ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ചോദ്യം ചെയ്യലിൽ ഹാജരായി. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമിലാണ് സിദ്ദിഖ് ഹാജരായിരിക്കുന്നത്. അവിടെ കൺട്രോൾ റൂമിലായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹരിമോഹൻ ചേരുന്നുണ്ട്. ഹരി, ബലാത്സംഗ കേസ് സിദ്ദിഖ് ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ ഹാജരായിരിക്കുന്നു. എപ്പോഴാണ് ചോദ്യം ചെയ്യൽ തുടങ്ങുക? ധന്യ, അല്പസമയം മുമ്പാണ് നടൻ സിദ്ദിഖ് ബലാത്സംഗ കേസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായിട്ടുള്ളത്. തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിലുള്ള കൺട്രോൾ റൂമിലാണ് അദ്ദേഹം ഹാജരായിട്ടുള്ളത്. ചോദ്യം ചെയ്യൽ എന്നുള്ള നടപടി അധികം നേരം നീളാനുള്ള സാധ്യത കാണുന്നില്ല. പ്രധാനമായിട്ടും സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നൽകിയ ശേഷം മുന്നോട്ട് വെച്ചിട്ടുള്ള ചില വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥകൾ പൂർത്തീകരിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് സിദ്ദിഖിനെ ഇന്ന് വിളിച്ചു വരുത്തിയത്. ആ വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിചാരണ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളതാണ്. അതായത് വഞ്ചൂർ കോടതിയാണ് വിചാരണ കോടതി. ആ വിചാരണ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് അവിടെ നിന്ന് ജാമ്യം നൽകണം എന്നുള്ള ഒരു നിർദ്ദേശം, ഒരു വ്യവസ്ഥയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത്തരം മുൻകൂർ ജാമ്യാപേക്ഷകളിലെല്ലാം തന്നെ അനുവദിക്കുന്ന സമയത്ത് സുപ്രീം കോടതിയോ അല്ലെങ്കിൽ മറ്റേത് കോടതിയും നൽകുന്ന ഒരു വ്യവസ്ഥയാണത്. ആ വ്യവസ്ഥ പാലിക്കപ്പെടേണ്ടതിന്റെ ഭാഗമായിട്ടാണ് സിദ്ദിഖിനെ ഇന്ന് വിളിച്ചു വരുത്തിയത്. പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് സിദ്ദിഖിനോട് മറ്റു എന്തെങ്കിലും വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ടെങ്കിൽ അതും ചോദിച്ചറിയാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതിനുവേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥനായ നാർക്കോട്ടിക്സ് സെൽ ACP അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് കരുതുന്നത്. ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടുന്ന ഒരു നടപടിയിലേക്ക് കടക്കുക എന്നതാണ് അറിയുന്നത്. മുൻകൂർ ജാമ്യം ലഭിച്ചതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ജാമ്യം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അതിനകത്തെ വ്യവസ്ഥ. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ സിദ്ദിഖിനോട് ഇനി എന്താണ് അന്വേഷണ സംഘം ചോദിക്കുക എന്നുള്ളതാണ്. കാരണം മുൻ സമയങ്ങളിലൊക്കെ തന്നെ അന്വേഷണ സംഘം ആവശ്യപ്പെട്ട ഒരു കാര്യങ്ങളും സിദ്ദിഖ് നൽകിയിരുന്നില്ല. അതായത് ഫോണും ഐപാഡും അടക്കമുള്ള കാര്യങ്ങൾ, ക്യാമറയും അടക്കമുള്ള കാര്യങ്ങൾ സിദ്ദിഖിനോട് ആവശ്യപ്പെട്ടെങ്കിലും സിദ്ദിഖ് അത് നൽകാൻ കൂട്ടാക്കിയിരുന്നില്ല. അതിന് പ്രധാന കാരണമായി സിദ്ദിഖ് പറഞ്ഞത് തന്റെ കയ്യിൽ വർഷങ്ങൾക്ക് മുൻപ് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ, അതുകൊണ്ട് തന്റെ കയ്യിൽ ഇവയൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു. അന്വേഷണ സംഘം ഇക്കാര്യം കൃത്യമായി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചെങ്കിലും നടി പരാതി നൽകാൻ വൈകിട്ടുള്ള ആ കാലയളവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിദ്ദിഖിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ നിരന്തരം വാദമുയർത്തുകയും തുടർന്നാണ് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത്തരം കാര്യങ്ങൾ വീണ്ടും ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ള നിലപാടിലാണ് അന്വേഷണ സംഘം. പക്ഷേ ചില കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ട്. അതായത് സിദ്ദിഖ് ഹോട്ടലിൽ താമസിച്ചു പോയതടക്കമുള്ള കാര്യങ്ങളിൽ ചിലതിൽ വ്യക്തത കുറവുണ്ട്. ആ വ്യക്തത കുറവ് പരിഹരിക്കുക എന്നുള്ളത് കൂടി ഈ സമയത്ത് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും പ്രധാനമായി അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്ന് ജാമ്യത്തിൽ വിടുക എന്നുള്ളതാണ് നിലവിൽ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം അന്വേഷണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം കൂടി നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള നടപടിയായിരിക്കും പ്രധാനമായിട്ടും നടക്കുക. തന്നെയാണ് ഈ മുൻകൂർ ജാമ്യം എന്നുള്ള വസ്തുതയിരിക്കെ ഇപ്പം അന്വേഷണ സംഘത്തിൽ തന്നെ വലിയ സംശയം തോന്നുന്ന, ഇല്ലെങ്കിൽ ഗുരുതരമായിട്ട് മറ്റ് വിഷയങ്ങൾ കൂടി വളരെ നിസ്സാരമായി കണ്ടുപോകാവുന്ന തരത്തിലേക്ക് കോടതി പെരുമാറിയിരുന്നു. അത് ഇരിക്കട്ടെ. പക്ഷേ പൂർണ്ണമായി സഹകരിക്കുന്നില്ല സിദ്ദിഖ് എന്നുള്ള രീതിയിലായിരുന്നു നേരത്തെ കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഈ തെളിവുകൾ ഹാജരാക്കുക ഇത്ര വർഷം മുമ്പ് നടന്ന കാര്യമാണ് എന്നൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും ഒക്കെ പ്രതികരണങ്ങൾ വന്നതാണ്. അപ്പം ഈ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൂടി ഹാജരാക്കേണ്ട ഈ ചോദ്യം ചെയ്യലല്ലാതെ മറ്റെന്തൊക്കെ നടപടികളുണ്ട് ഇന്ന്? അതന്നെ, ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളൊരു വാദം പോലീസിന്റെ ഒരു പരിധി വരെ നിൽക്കില്ല എന്നുള്ളതാണ് സാങ്കേതികമായ ഒരു പ്രശ്നം ആയിട്ട് കാണുക. അതായത് സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിൽ വരെ വലിയൊരു കാലതാമസം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് സിദ്ദിഖ് ഈ ഹൈക്കോടതിയിൽ പോവുകയും അതിനുശേഷം പിന്നെ സുപ്രീം കോടതിയിൽ പോകുന്നതിന് ഇടയ്ക്ക് സിദ്ദിഖ് കുറച്ചു കാലം, ഏകദേശം ഒരാഴ്ച കാലത്തോളം ഒളിവിൽ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് ഈ പറയുന്ന അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വന്നതിന് ശേഷമാണ്, സുപ്രീം കോടതിയിൽ നിന്ന് അങ്ങനെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വന്നതിന് ശേഷമാണ് സിദ്ദിഖ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിൽ ഒരു കാലതാമസം ഈ ഹർജി നിലനിൽക്കുന്ന സമയത്ത് ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ സിദ്ദിഖ് അങ്ങോട്ടേക്ക്, അതായത് താൻ വരാൻ തയ്യാറാണ് എന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു. അതോടുകൂടി സിദ്ദിഖിന്റെ ഭാഗം ക്ലിയർ ആയി എന്നുള്ളതാണ് കോടതിക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. അതിനെ തുടർന്നാണ് പിന്നീട് അന്വേഷണ സംഘം നോട്ടീസ് നൽകുകയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയൊക്കെ ചെയ്തത്. അതായത് താൻ സന്നദ്ധനാണെന്ന് സിദ്ദിഖ് പലവട്ടം അന്വേഷണ സംഘത്തെ അറിയിച്ചു. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടപ്പോഴെല്ലാം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരായി. 2 വട്ടം ചോദ്യം ചെയ്യലിന് ഹാജരായി. ഇന്നിപ്പോൾ 3ാമത്തെ തവണയാണ് സിദ്ദിഖ് എത്തുന്നത്. അതായത് അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനോടെല്ലാം പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രതീതി സിദ്ദിഖ് നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അക്കാര്യം കോടതിയിലും സിദ്ദിഖ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്ന ചില ഡിജിറ്റൽ തെളിവുകളുടെ അഭാവം മാത്രമാണ് ഈ അന്വേഷണ സംഘത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. ആ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിനിടയിൽ ഈ പറയുന്ന ആവശ്യപ്പെട്ട കാര്യങ്ങൾ, ഫോണും ഐപാഡും അടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ സിദ്ദിഖ് നൽകിയില്ല. സിദ്ദിഖ് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ കോടതിയിലേക്ക് അംഗീകരിക്കാനും കഴിയും. അതായത് വർഷങ്ങൾക്ക് മുൻപുള്ള ഫോണാണ് തന്റെ കയ്യിൽ, ഐപോഡാണത് ഉള്ളത്, അതൊന്നും തന്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല എന്നുള്ള വാദം സിദ്ദിഖ്
നിലയ്ക്ക് മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഈ അന്വേഷണ സംഘത്തിന് പരമാവധി കാര്യങ്ങൾ ഇന്ന് ചോദിച്ചറിയുക, അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുക. ഇനി ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ദിവസം ചോദ്യം ചെയ്യാൻ വിളിക്കാനുള്ള സാധ്യത കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായിട്ടും കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. കാരണം സിദ്ദിഖിനെതിരെ വേണ്ടത്ര തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളുടെ അഭാവം ഉണ്ടെങ്കിൽ പോലും മറ്റ് തെളിവുകൾ, സാഹചര്യ തെളിവുകളും മൊഴികളും ഒപ്പം തന്നെ ഹോട്ടലിന്റെ രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം അധികം വൈകാതെ കടക്കും എന്നുള്ളതാണ് അറിയുന്നത്. ധന്യ, അതായത് കോടതിയിൽ നിന്ന് തന്നെ നേരത്തെ വലിയ തിരിച്ചടിയായിരുന്നു അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചുണ്ടായിരുന്നത് ഈ ജാമ്യം നൽകിയത്. കാരണം സമാനമായ മറ്റു കേസുകളെ ബാധിക്കുമെന്നൊക്കെ സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചതുമാണ്. പക്ഷേ മുൻകൂർ ജാമ്യം ലഭിച്ചു. ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് വീണ്ടും അത്തരത്തിലൊരു തിരിച്ചടി, കാരണം ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സ്റ്റേജിലേക്കാണോ ഈ കേസ് എത്തി നിൽക്കുന്നത്? തീർച്ചയായിട്ടും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ല തന്നെ. ഇതിനകത്ത് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതിന് മാത്രമുള്ള ഒരു പ്രശ്നമാണ് സാങ്കേതികമായി നിലനിൽക്കുന്നത്. ഈ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചില്ലായിരുന്നെങ്കിൽ സിദ്ദിഖിനെ ഇതിനോടകം തന്നെ നേരത്തെ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘം ഉദ്ദേശിച്ചിരുന്നത്. അക്കാര്യം മാത്രമേ ഇനി നടപ്പിലാവാതെയുള്ളൂ. പക്ഷേ ഈ അന്വേഷണവുമായി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ആ രജിസ്റ്റർ ചെയ്ത കേസുമായി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാം, കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാം. അതിനൊന്നും തന്നെ യാതൊരു പ്രശ്നവും. പക്ഷേ ഈ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന ഒരു സാങ്കേതികത, ആ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കേണ്ടുന്ന ചില വിവരങ്ങൾ പോലീസ് അങ്ങനെ കരുതുന്നുണ്ട്. അതായത് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് പലതവണയായി സുപ്രീം കോടതിയിലൊക്കെ തന്നെ പോലീസ് ഇത്തരത്തിൽ, പ്രോസിക്യൂഷൻ ഇത്തരത്തിലൊരു വാദം മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇനിയിപ്പോൾ നടക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും, കേസിന്റെ നിയമ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സുഗമമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തന്നെ. ശരി ഹരി.